ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയോ? എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ? നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് 3 പേർക്കും ക്യാൻസറാണ്. അമ്മയ്ക്ക് ക്യാൻസർ, ഹസ്ബൻഡ് മരിച്ചുപോയി, മോന് ക്യാൻസറാണ്. ഇതെന്താ വെള്ളം മാത്രം? അതിനകത്ത് കാണിച്ചിരിക്കുന്നത് എൻ്റെ ഒരു റിലേറ്റീവ്സ് ആണ്. പക്ഷെ അവരൊക്കെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കള്ളത്തരമാണ്. കാരണം അവരതിനകത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഹസ്ബൻഡ് ക്യാൻസർ മൂലം 9 മാസത്തോളം കിടന്നാണ് മരിച്ചെന്ന് പറയുന്നു. ഹസ്ബൻഡിന് ക്യാൻസറൊന്നും ഇല്ലായിരുന്നു. ഈ അച്ചായൻ ഗോൾഡിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ പുള്ളിക്കാരൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ വീഡിയോയ്ക്കകത്ത് പുള്ളി പറയുന്നില്ല ലൈഫിൻ്റെ വീടാണ് എന്നുള്ള രീതിയിൽ എവിടെയും പറയുന്നില്ല. പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്തതിനെ പറ്റിയിട്ടുള്ളതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഒരു പക്ഷേ ഹെൽപ്പ് ചെയ്ത് കാണും, പൈസ ചിലവാക്കി കാണും. പക്ഷെ ആ വീട് അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തി പറയുന്നില്ല. അതിനെ പറ്റിയിട്ടാണ് നമ്മളെല്ലാവരും പുള്ളിക്കാരനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സ്റ്റിൽ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും പുള്ളി എന്തുകൊണ്ട് ആ ഒരു കാര്യം പറയുന്നില്ല? അതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. പുള്ളി ഇന്നലെ വന്ന് ഭയങ്കര ഇമോഷണലി കിടന്ന് കരയാൻ പോകുന്നു, എനിക്ക് ആരെങ്കിലും പറ്റിച്ചിട്ട് എന്ത് നേടാനാന്നുള്ള രീതി പറയുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം. ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയോ? എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ? നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് കൊടുത്ത ഞാൻ മണ്ടൻ. 1.5 ലക്ഷം നിങ്ങൾക്ക് തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈൽ ഇടണ്ട, വേറെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്നത്? ഈ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാ ഞാൻ. നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പ് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പുള്ളിയുടെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു നാടകം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് പറയാമല്ലോ. എൻ്റെ പൊന്നച്ചായ, ഇവിടെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ കാശ് കൊടുത്തിട്ടില്ല, പറ്റിക്കുക അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സർക്കാർ കൊടുത്ത സാധനം നിങ്ങൾ കൊടുത്തതെന്നുള്ള രീതിയിൽ വന്ന് സംസാരിക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾ അതിനൊരു ക്ലാരിറ്റി വരുത്താതെയാണ് നിങ്ങൾ പിന്നെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളെ പറ്റിയിട്ട് ഇന്നലെയും വേറെ കുറേ കാര്യങ്ങൾ സായി എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ വീഡിയോക്കകത്ത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം കുറച്ചും കൂടെ, അതായത് അച്ചായൻ്റെ കുറേ അന്ധമായിട്ടുള്ള ആരാധകരുണ്ട്, അവർക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഞാൻ ഈ പുള്ളിക്കാരൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തെറ്റാണ് എന്നുള്ള രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾ, അതായത് സാഡ് BGM കുത്തി കയറ്റിയിട്ട് വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കാട്ടിക്കൂടുന്ന ചില പരിപാടികൾ, അതൊന്നും അത്ര ശരിയുള്ളൊരു ഏർപ്പാടൊന്നും അല്ല. നമ്മളെല്ലാവരും സഹായിക്കാറുണ്ട്. കുറേ ആൾക്കാർ വന്നിരുന്ന് എനിക്ക് പേഴ്സണലി കമൻറ്റ് ഇടുന്നുണ്ട്, നീ 1 രൂപ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മൾ സഹായിച്ചിട്ട് സാഡ് BGM കുത്തി കയറ്റി അതൊരു വീഡിയോ ആക്കി റീൽസ് ആയിട്ടൊന്നും നമ്മളാരും ഇടാറൊന്നുമില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് പബ്ലിക്കായിട്ട് വിളിച്ച് പറയേണ്ട ആവശ്യവും ഇല്ല. ഈ കമൻറ്റ് ഇടുന്ന നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതാണ് എനിക്കിവിടെ അറിയാൻ പാടില്ലാത്തത്. നീയൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? ആര് ചാരിറ്റി ആയിട്ട് വന്നു കഴിഞ്ഞാലും അവർ ഭയങ്കര നന്മ വരെ, അവർ ലോകത്തെ ഏറ്റവും വലിയ നല്ല ആൾക്കാരാണെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഞാൻ ചെയ്തിട്ടുണ്ടോ? 3-1.5-4 ലക്ഷം രൂപ കോടതി വേണമെങ്കിൽ ഞങ്ങൾ ഒന്ന് സത്യം തന്നെ പറയും. ഇവര് സത്യം അവര് പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവര് കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം. ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ്. അതായത് ഇവർക്ക് മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1.5 ലക്ഷം കൊടുത്ത്, ഇവർക്ക് 1.5 ലക്ഷം കൊടുത്തു, കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ചായന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ചായന് ഒന്നുമില്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചവനാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാണുന്നിടം വരെ ബൈ. ഇതിനകത്ത് പുള്ളി വളരെ ഇമോഷണലി പറയുന്നുണ്ട്, അച്ചായൻ ആരെയും പറ്റിച്ചിട്ടില്ല, അച്ചായൻ അതിൻ്റെ ആവശ്യമില്ല, അച്ചായൻ ഒന്നും ഇല്ലായ്മയിൽ തുടങ്ങിയതാന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയാനായിട്ട് സാധിച്ചത് പൂർവികരായിട്ട് ഉണ്ടാക്കിയ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരനായിട്ട് ഡീൽ ചെയ്യുന്നുള്ള രീതിയിലാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ വളരെ ഓപ്പണായിട്ട് പറയട്ടെ. ഈ നമ്മൾ കോട്ടയം വഴിയൊക്കെ പോകുന്ന സമയത്ത് ഈ അച്ചായൻ്റെ ഷോപ്പിലെങ്കിൽ ഞാനൊരു മനുഷ്യരെയും വലുതായിട്ട് കണ്ടിട്ടൊന്നുമില്ല. അതായത് വലിയ രീതിയിലുള്ള കച്ചവടമോ കാര്യങ്ങളോ നടക്കുന്നുണ്ടെന്നായിട്ട് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തിട്ടില്ല. ഈ അഭിപ്രായം തന്നെയാണ് ഒട്ടുമിക്ക എല്ലാവർക്കും ഉള്ളത്. അന്നേരം തീർച്ചയായിട്ടും ഒരു ചോദ്യം വരും, എങ്ങനെയാണ് ഈ പുള്ളിക്കാരൻ ഈ 40 ഷോറൂം തുടങ്ങിയത്? എന്താണ് പുള്ളിയുടെ മെയിനായിട്ടുള്ള വരുമാന മാർഗം എന്നൊക്കെ ഉള്ള രീതിയിൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. എന്തായാലും എനിക്ക് ബേസിക്കലി അതിനെ പറ്റിയിട്ട് കൂടുതൽ ക്ലാരിറ്റി അറിയത്തില്ല. എന്തായാലും അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ അച്ചായൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാം, നിങ്ങളിപ്പോൾ ഇത്രയും കിടന്ന് ഇമോഷണലി ഇങ്ങനൊരു ഡ്രാമ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
നിങ്ങൾക്ക് വളരെ ഓപ്പണായിട്ട് പറയാം. ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ്. ഇവരുടെ അവസ്ഥ കണ്ട സമയത്ത് എനിക്കങ്ങ് സഹായിക്കാൻ തോന്നിയത് ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ തീർന്ന്. അല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള ഡ്രാമയൊന്നും വന്ന് ഇറക്കല്ലേ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും അച്ചായൻ്റെ വേറെ ഒരു ചാരിറ്റി വീഡിയോ കൂടി നമുക്ക് കാണാം. സായി ഇന്നലെ അവൻ്റെ വീഡിയോയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. അച്ചായൻ്റെ ഒരു ചാരിറ്റി വീഡിയോ ഞാൻ വീണ്ടും എടുക്കുകയാണ്. ഓക്കെ, ഒരു ചേച്ചി റോഡ് സൈഡിൽ നിന്ന് ബിരിയാണിയോ ചോറോ എന്തോ വിൽക്കുന്ന ഒരു ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ അടുത്ത് പോകുന്നു. ഓക്കെ, വീട്ടിലെ ഊണ് വിൽക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് പോകുന്നു. ആ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇടുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ അതിനെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. 18 ജൂലൈ 2025 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കിന്നൊരു വ്യക്തി ഈ വീഡിയോ അയച്ചു തന്നിട്ട് പറയുന്നു, ഈ ചേച്ചിയെ എനിക്കറിയാം, ഞാൻ ഇവരുടെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടിരുന്നു, ആ കമൻറ്റ് അപ്രത്യക്ഷമായി, അതായത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതപ്പം തന്നെ. പിന്നെ ഒരു കമൻറ്റ് ഇട്ടു, അതവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അന്ന് ആരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. അർഹിക്കുന്ന പണം അർഹതപ്പെട്ടവർക്ക് മാത്രം കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോയിൽ കാണുന്ന അമ്മയും മകളെയും എനിക്ക് നന്നായി അറിയാം. ഇവർ പറയുന്നത് എല്ലാം കള്ളമാണ്. ഇവർക്ക് ക്യാൻസർ എന്ന ഒരു അസുഖം ഇല്ല. ഇവരുടെ മൂത്ത മകൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് പോലെ അവരുടെ ഭർത്താവ് മരിച്ചത് ക്യാൻസർ മൂലമല്ല. അച്ചായന് ഇവരുടെ കാര്യത്തിൽ തെറ്റുപറ്റിയോ ഇല്ലയോ എന്ന് അച്ചായൻ തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കേട്ടല്ലോ, ഇതൊരു പക്ഷേ മേ ബി അച്ചായന് തെറ്റുപറ്റിയതായിരിക്കാം. പക്ഷേ എന്തിനാണ് ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവരുടെ കയ്യിലാണ് ആദ്യമേ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനെ പറ്റിയിട്ട് അന്വേഷിക്കണം, ഇവർ പറയണത് സത്യമാണോ അതോ കള്ളമാണോ എന്ന്. അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അച്ചായ പ്രതികരിക്കാതിരിക്കുന്നത്? നിങ്ങൾക്ക് ഇതിനൊക്കെ എന്താ മറുപടി ഉള്ളത്? അതിനൊക്കെ മറുപടി തന്നാൽ വളരെ നന്നായിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കണം, റോഡ് സൈഡിൽ ബിരിയാണി കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചേച്ചി, അവരുടെ ഭർത്താവ് മരിച്ചു പോയതും ക്യാൻസർ ബാധിച്ചിട്ടാണ്, അവരുടെ മക്കൾക്കും ക്യാൻസറാണ്, അവർക്കും ക്യാൻസറാണെന്നൊക്കെയുള്ള രീതിയിലാണ് അച്ചായൻ്റെ ആ വീഡിയോയ്ക്കകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ വന്നപ്പോഴത്തേക്ക് വേറൊരു രീതിയിൽ കണ്ടില്ലേ. ഇങ്ങനെ തപ്പിപ്പോയാൽ പല കാര്യങ്ങളും വരും. അപ്പം ഇനിയെങ്കിലും അച്ചായൻ ഇത്തരത്തിലൊക്കെയുള്ള ഡ്രാമകൾ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിക്കുമ്പം ഇതിനൊക്കെ ഒരു വ്യക്തത കൊടുക്ക്. എന്നിട്ട് വന്നിരുന്ന് നിങ്ങൾ ഇമോഷണലി ഭയങ്കര രീതിയിൽ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞൊരു കമൻറ്റ് എനിക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, ഇങ്ങനെ ഇവിടെ വിൽക്കുന്ന എങ്ങനെയാ? കൊടയുണ്ടായിരുന്നു, കൊടയെല്ലാം പോയി. കൊടുത്തോണ്ട കാശ് കൊണ്ട് തരും കേട്ടോ. നമുക്ക് പോവാം അങ്ങോട്ട്. ആ, ഞാൻ കാണാൻ വന്നാ. താൻ പമ്പിൽ ജോലി ചെയ്യാമെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നോ? അതിന്റെ അമ്മയ്ക്ക് അറിയാൻ വിടത്തില്ല. ഞാൻ അറിഞ്ഞില്ല പമ്പി വന്ന. ഈ മോനാണ് മേലാപ്പ അല്ലേ? ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് വെച്ചാൽ 3 പേർക്കും ക്യാൻസറാണ്. അമ്മയ്ക്ക് ക്യാൻസർ, ഹസ്ബൻഡ് മരിച്ചുപോയി, മോന് ക്യാൻസറാണ്. ഇതെന്താ വെള്ളം മാത്രം? അതെന്താ? ചോറ് വിറ്റിട്ട് എന്റെ പറയുമ്പോ എന്റെ കണ്ണ് നിറയുന്നു. ചോറ് വിറ്റിട്ട് ആ കാശ് കിട്ടിയിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും മേടിക്കാൻ. ഇവർക്ക് എന്തെങ്കിലും എന്നാ പറയാ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഒരു ചിക്കൻ അല്ലെ മീൻ കൂട്ടി കഴിച്ചിട്ടുണ്ടോ ഇതുവരെ? പറ, എത്ര ആളായി കഴിച്ചിട്ട്? ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറ്റിത്തരാന്ന് പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ മേടിച്ച് എന്നെ കൊണ്ട് ഇസാബിന്റെ ബാങ്ക് അക്കൗണ്ടും കൂടി ചേച്ച് അയാൾ തന്നെ ATM കാർഡും ഫോൺ നമ്പറും എല്ലാം അയാൾ കൊണ്ടുപോയി. എന്നിട്ട് 5 പൈസ പോലും ഞങ്ങൾക്ക് തന്നില്ല. നാട്ടുകാരുടെ കാശ് കണ്ടിട്ട് ചാരിറ്റിക്ക് ഇറങ്ങില്ലേ? അത് തെറ്റാണ്. സ്വന്തം കയ്യിൽ നിന്ന് ഇറക്കി ചെയ്യുക. ആണാണെങ്കിൽ നാണമില്ലേ? ദയവ് ചെയ്ത് നിങ്ങൾ ആരെയും പറ്റിക്കാതിരിക്കുക. ഇതുപോലെയുള്ള പാവങ്ങളെ വെച്ച് എന്തിനും നിങ്ങളുടെ കുടുംബം നിങ്ങളത് അനുഭവിക്കില്ല. സത്യം ഇത് പിടിക്കുക. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. അച്ചായനുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ്. ബൈ ബൈ അച്ചായൻ സ്കോൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജോലി ഉറപ്പിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ അച്ചായൻ ആ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, നിങ്ങളുടെ സ്വന്തം അച്ചായൻ സ്കോളിൽ ഞാൻ പോകുകയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ഒരു തരം സാഡ് BGM കുത്തി കയറ്റി ഇട്ടിട്ട് വെറുതെ ആൾക്കാരുടെ ഇമോഷൻസ് വെച്ച് കളിക്കുവാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ പുള്ളിക്കാരന് ഒരു പബ്ലിസിറ്റി, പുള്ളിക്കാരൻ്റെ ബിസിനസ്സിനൊരു പബ്ലിസിറ്റി. അതാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു വോയിസും കൂടി ഇവിടെ കേൾപ്പിച്ചു തരാം. അതായത് ഇവരുടെ ഏതോ റിലേറ്റീവ് പ്രതികരിക്കുന്നുണ്ട്, അതായത് ഇവർക്ക് ക്യാൻസറോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന്. അപ്പം ഇതിനൊക്കെ അച്ചായൻ എന്തെങ്കിലും പറയാനുണ്ടോ? അതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇന്നലെ ഭയങ്കര രീതിയിൽ മോശലി വന്നെന്തോ എല്ലാവരും തകർക്കാൻ ശ്രമിക്കുന്നു, അപവാദം പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളത് പബ്ലിക്കിന് മുന്നിൽ ക്ലിയർ ചെയ്യുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, വെറുതെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ റീൽസൊക്കെ ഷൂട്ട് ചെയ്ത് വീഡിയോ ചെയ്യാതിരിക്കണം. നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കണമെങ്കിൽ നിങ്ങൾ പേഴ്സണലി സഹായിച്ചോ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോസും ഈ പറയുന്ന റീൽസും ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ ഇടുന്നത്? അതിൻ്റെ ആവശ്യമില്ല. കേട്ടല്ലോ, കണ്ടല്ലോ, ഇതാണ്
അച്ചായൻ ചെയ്ത വീഡിയോ. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇതിലുള്ള ഈ ലേഡിക്ക് ക്യാൻസറാണ്, മകന് ക്യാൻസറാണ്, ഹസ്ബൻഡ് മരിച്ച ക്യാൻസറാണെന്നൊക്കെയാണ് പറയുന്നത്. ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. പക്ഷേ നേരത്തെ കമൻ്റ് ഇട്ട വ്യക്തി എനിക്ക് പേഴ്സണലി ഒരു വോയിസ് അയച്ചു തന്നിട്ടുണ്ട്. സൈബർ മെസ്സേജ് അയച്ചതേ, ഞാനിപ്പോൾ അയച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇല്ല അച്ചായൻ്റെ, അതൊരു 2-3 മാസം മുന്നേ കണ്ട പോസ്റ്റ് ആണെന്ന് തോന്നുന്നു, എപ്പോഴാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് എൻ്റെ ഒരു റിലേറ്റീവ്സാണ്. പക്ഷെ അവരൊക്കെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കള്ളത്തരമാണ്. കാരണം അവരതിനകത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഹസ്ബൻഡ് ക്യാൻസർ മൂലം 9 മാസത്തോളം കിടന്നാണ് മരിച്ചെന്ന് പറയുന്നു. ഹസ്ബൻഡിന് ക്യാൻസറൊന്നും ഇല്ലായിരുന്നു. അവർ ജസ്റ്റ് ഒരു രാവിലെ നിന്ന് ശ്വാസം മുട്ടലങ്ങാണ്ട് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ വെച്ച് അറ്റാക്ക് വന്നങ്ങാണ്ട് മരിക്കുകയായിരുന്നു. രാവിലെ കൊണ്ടുപോയി ഉച്ചയ്ക്ക് മുന്നേ മരിച്ചു. ആ ഒരു ഗ്യാപ്പുള്ളൂ, അല്ലാതെ ക്യാൻസർ ഒന്നും കിടന്നിട്ടൊന്നുമില്ല. ആ പറഞ്ഞിരിക്കുന്നത് മൊത്തം കള്ളത്തിലാണ്. പിന്നെ അവർക്ക് കടം താങ്ങാൻ പറ്റാതെ അവരുടെ മൂത്ത മകൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് ബന്ധു വീട്ടിലാണെന്ന് പറയുന്നു. അതും പറയുന്ന കള്ളത്തിലാണ്. കാരണം ആ വീഡിയോ വന്നിരിക്കുന്ന സമയത്തും അതിന് 1-2 മാസം മുന്നേ ആണ് ആ പയ്യൻ ഗൾഫിൽ പോകുന്നത്. അവൻ ദുബായിലാണ് ഇപ്പോഴും ദുബായിൽ തന്നെ ജോലി ചെയ്യുന്നത്. അവന് അതിന് ശേഷം 2 ആൺപിള്ളേരുണ്ട് എൻ്റെ താഴെ. അതിലൊരാൾ പമ്പിൽ നിൽക്കുന്ന കാര്യം അറിയില്ല എന്നൊക്കെ പറയുന്നു. അതെല്ലാം വെറുതെയാണ്. തന്നെ ജോലി ചെയ്യുന്നത്. അവന് അതിന് ശേഷം 2 ആൺപിള്ളേരുണ്ട് എൻ്റെ താഴെ. അതിലൊരാൾ പമ്പിൽ നിൽക്കുന്ന കാര്യം അറിയില്ല എന്നൊക്കെ പറയുന്നു. അതെല്ലാം വെറുതെയാണ്. മൊത്തം പറഞ്ഞിരിക്കുന്ന മൊത്തം കള്ളത്തരമാണ്. അത് അച്ചായൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. അച്ചായൻ്റെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അച്ചായൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. ഞാൻ മെയിനായിട്ട് ഇത് അയക്കാൻ കാര്യം, ഞാൻ മെസ്സേജ് അയക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഇവരെല്ലാം ഈ വീഡിയോയുടെ എല്ലാം താഴെ ഫസ്റ്റ് കമൻ്റ് എന്ന് പറയുന്നത് ഇവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തുകൊണ്ടുള്ള ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നൊരു കമൻറ്റ് അതിനകത്ത് കിടപ്പുണ്ട്. ഇതിലേക്ക് വീണ്ടും വീണ്ടും ആളുകൾ പൈസ അയച്ചുകൊണ്ടിരിക്കുക വീഡിയോ കണ്ടിട്ട്. അതെ, നിങ്ങൾ ഈ വോയിസ് കേട്ടില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ള ക്യാൻസറോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോഴും ആ അക്കൗണ്ടിലോട്ട് എത്രയോ ആൾക്കാർ ഈ സത്യം അറിയാതെ കാശ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ചാരിറ്റിയുടെ കാര്യങ്ങളായിട്ടൊക്കെ പബ്ലിക് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് ഓരോ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. വെറുതെ കുറേ സാഡ് BGM കുത്തിക്കയറ്റി ഫേസ്ബുക്കിൽ വിട്ട് യൂട്യൂബിൽ വിട്ടിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കുറച്ച് പരിപാടികളുണ്ടല്ലോ, ഇതൊക്കെ അത്ര ശരിയുള്ള ഏർപ്പാടൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യുവാണ്. ചാരിറ്റിയിലൂടെ നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത കുറച്ച് ആൾക്കാർ ഫേസ്ബുക്കിലായിക്കോട്ടെ, ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് ആൾക്കാർ. അയ്യോ കണ്ടില്ലേ, സഹായിക്കുന്ന കണ്ടില്ലേ. എന്നാൽ ഇതിൻ്റെ ബിഹൈൻഡ് നടക്കുന്ന സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും ഒരു മനുഷ്യർക്കും അറിയത്തില്ല. ഒന്നും പറയാനില്ല, എന്തായാലും ബാക്കിയോടെ കേൾക്കാം. അപ്പോൾ ആ പൈസ അയക്കുന്നത് അച്ചാനും ഇവരും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഇത്ര രൂപ വന്നു കഴിഞ്ഞാൽ അത്ര കൊടുത്തിട്ട് ബാക്കി അച്ചാനും കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും എഗ്രിമെൻ്റ് ആയിരിക്കാം. അപ്പോൾ ആ വീഡിയോയ്ക്ക് പലരും അവർക്ക് പൈസ അയക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ ഫുള്ളൊന്ന് ഒന്ന് കണ്ടു നോക്ക്. കേട്ടല്ലോ, ക്ലിയർ ആയല്ലോ. മെസ്സേജ് അയച്ച വ്യക്തി ക്ലെയിം ചെയ്യുന്നത് അവരുടെ റിലേറ്റീവ് ആണെന്നാണ്. ആൻഡ് അച്ചായൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ആ വീട്ടിലെ അവസ്ഥ. ഒന്നില്ലെങ്കിൽ ഈ അച്ചായൻ, ഞാൻ പറയാം, അച്ചായൻ സെലക്ട് ചെയ്ത് അച്ചായനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരു ടീം കാണും. അച്ചായൻ ഒറ്റയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ആകാൻ അച്ചായൻ അഡ്മിനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അച്ചായനാവില്ല ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത്, ഒരു ടീം സെലക്ട് ചെയ്യുന്നതായിരിക്കും. അവർ അച്ചായനെ നല്ല രീതിയിൽ മാറ്റി വിടുന്നുണ്ട്. അച്ചായൻ എൻ്റെ വീഡിയോ കാണാറില്ല എന്നുള്ളത് അള്ളക്കട നിൽക്കട്ടെ, അച്ചായൻ കാണുന്നുണ്ടെങ്കിൽ അച്ചായനോടാണ് പറയാനുള്ളത്. അത് സത്യമാണ്. കാര്യം ഒന്നെങ്കിൽ ഈ പുള്ളി ആയിരിക്കത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഫൈൻഡ് ചെയ്യുന്നത്, വേറെ ആരെങ്കിലും ഒക്കെ ഫൈൻഡ് ചെയ്ത് ഈ പുള്ളി അവിടെ കൊണ്ടുവന്ന് എത്തിക്കുമായിരിക്കും. മനസ്സിലായില്ല, പുള്ളി ഒന്നും അറിയാതെ പോയി റീൽസും ഷൂട്ട് ചെയ്ത് പുള്ളിയുടെ ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷനും നടത്തിയിട്ട് പുള്ളിക്കാരൻ വരുവാണ്. അല്ലെങ്കിൽ പുള്ളിക്കാരൻ മേ ബി ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടി. എന്ത് തന്നെ ആയാലും ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം വളരെ വ്യക്തമായിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇനി അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടല്ല ഞാൻ ഈ ഒരു പരിപാടി ചെയ്യുന്നതെന്ന്. ഞാൻ ആരുടെയും കാശ് ചോദിക്കാറില്ല, സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പൈസ എടുത്തിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിൽ കൊടുക്കാം. അല്ല, അവൻ്റെ സൈഡ് വീഡിയോക്കകത്തുണ്ടായിരുന്നു ഈ ഒരു സ്ക്രീൻഷോട്ട്. ഈ സ്ക്രീൻഷോട്ടിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യുവാണ്. അതായത് ഇങ്ങനെ സുഖമില്ലാത്ത ഒരു വ്യക്തിയുണ്ട്, ഞങ്ങൾ 5 ലക്ഷം രൂപ സഹായിച്ചിട്ടുണ്ട്, നമുക്ക് കൂടെ ചേർത്ത് പിടിക്കണം എന്നുള്ള രീതിയിൽ. നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കാശ് ചിലവാക്കി ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ, അതായത് അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ഇങ്ങനെ പറയേണ്ട ആവശ്യം? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും അച്ചായ, മനസ്സിലായോ? നിങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ എന്തോ ബാക്കിയുള്ള സ്വർണ്ണക്കടക്കാർ നക്കാപ്പിച്ച കൊടുത്തിട്ട് യൂട്യൂബേഴ്സിനെയും കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുവാണ്. ഈ നക്കാപ്പിച്ച മേടിച്ചിട്ട് ഒരു യൂട്യൂബേഴ്സിനും ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. അപ്പം നിങ്ങൾ കാണിക്കുന്ന പരിപാടി എന്തുവാ?
ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമ്മളെ ചീത്ത വിളിക്കുവാണ് ആൾക്കാർ. നീയൊക്കെ 1 രൂപ സഹായിച്ചിട്ടുണ്ടോ, നിനക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് വന്ന് പറയാൻ യോഗ്യതയുണ്ടോ എന്നുള്ള രീതിയിൽ. സോ അച്ചായൻ്റെ പേരിലുള്ള ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻസ് ആദ്യമേ ക്ലിയർ ചെയ്യും. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാനായിട്ട് വാ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.